ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. എനിക്കും സുഖമാണ്. അപ്പോൾ എങ്ങനെയാണ് നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ചെറുതായിട്ടൊരു ചാറ്റൽ മഴ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊരു കൃഷിയാണ്. ഈ കാണുന്ന കൃഷി എന്ന് പറയുന്നത് പീനട്ടാണ് കേട്ടോ. തമ്മിൽ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. പീനട്ടിൻ്റെ കൃഷിയാണ് കേട്ടോ ഇത്. ഈ കാണുന്ന 2 പേര് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഓണർമാർ. അവർ തന്നെയാണ് ഇവിടെ ഉള്ളതൊക്കെ പറിച്ചെടുത്തിട്ട് ക്ലീൻ ആക്കിയിട്ട് വേറെ എടുത്ത് മാറ്റി വെക്കുന്നത്. വേറെ പുറത്തേക്ക് ആൾക്കാർക്കൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് ഉണ്ടാവുന്ന ടൈമിലുള്ളൂ പുറത്തേക്ക് കൊടുക്കാറ്. ഇപ്പോൾ ഈ കുറച്ച് സ്ഥലങ്ങളായത് കാരണം അവർ കിട്ടുന്ന സമയത്ത് അവർ ചെയ്യുകയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞങ്ങൾ ചെന്ന സമയത്ത് അവരോട് വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ ഞങ്ങളോട് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച്. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു, അവർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫോട്ടോ എടുക്കട്ടെ എന്നാണ് അവർ കേട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർ എടുക്കണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഫോട്ടോ എടുക്കട്ടെ എന്നല്ല ചോദിച്ചത്, നിങ്ങളെ ഫോട്ടോ എടുക്കാൻ പെർമിഷൻ ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എടുക്കണമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും വീഡിയോയിൽ അവരെയും കാണുന്നുണ്ടല്ലോ, അപ്പോൾ എന്താ പിന്നെ അവരുടെ വീഡിയോ എടുത്തതെന്ന്. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് സംസാരിച്ചപ്പോൾ അവർ പുറത്തെ ആളുകളാണെന്ന് പറഞ്ഞപ്പോഴാണ് അവർ ആദ്യം എടുക്കണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ നല്ല രീതിയിൽ നമ്മൾ സംസാരിച്ചപ്പോൾ അവർക്കും പിന്നെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് അവരെയും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. മച്ചുവിന് അവിടുന്ന് കടലയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മച്ചുവിന് അത് പൊളിക്കാൻ വയ്ക്കാത്ത കാരണം അവർ പൊളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങളോട് അവിടുന്ന് പോരുമ്പോൾ ഞങ്ങൾ കുറേ സംസാരിച്ചിരുന്നപ്പോൾ ഞങ്ങളോട് പോരുമ്പോൾ പറഞ്ഞു നിങ്ങളിത് കഴിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കഴിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ അവർ ഇലക്കറികൾ ഒരുപാട് കഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങയൊക്കെ ചിലവിടുന്ന മാതിരി ഇത് പൊരിച്ചിടും. അപ്പോൾ അതുപോലെ ഞങ്ങൾ കഴിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ കഴിക്കുമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കാണാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ, അതായത് വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞാൽ ഒരുപാടൊന്നും തരില്ലെങ്കിൽ അവർ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് അവർ കൊണ്ടുപോകാനൊക്കെ തരും കേട്ടോ. അതുപോലെ ഞങ്ങൾക്കും തന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വിദ്യാപീഠിലെ വീഡിയോ. അതിൽ നമ്മൾ ജൗവരി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജൗവരി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജൗവരിയാണ് കേട്ടോ ഇത്. ഈ കടലയുടെ കൃഷിയുടെ ഇടയിൽ തന്നെ കുറച്ച് ജൗവരിയൊക്കെ ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വിദ്യാപീഠിലെ വീഡിയോ. അതിൽ നമ്മൾ ജൗവരി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജൗവരി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജൗവരിയാണ് കേട്ടോ ഇത്. ഈ കടലയുടെ കൃഷിയുടെ ഇടയിൽ തന്നെ കുറച്ച് ജൗവരിയൊക്കെ ഇങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ജൗവരിയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതാണ് എടുത്തത്. അതിൻ്റെ അടുത്ത് തന്നെ ഉള്ള കൃഷി തന്നെയാണ് കേട്ടോ, എള്ളാണ് കേട്ടോ അത്. നമ്മുടെ വെള്ള എള്ളില്ലേ അതാണ്, ഇവരെ തന്നെയാണ് കേട്ടോ അത്. പക്ഷെ അത് മൂത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഞാനൊന്ന് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഒന്ന്. പക്ഷെ അതിൻ്റെ ഉള്ളിലത്തെ ഒന്നും മൂപ്പായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര പാല് പോലെയായിരുന്നു. നമ്മൾ കയ്യിലിട്ട് ഇങ്ങനെ ഇതാക്കി വെക്കുമ്പോൾ ഉടയുന്നുണ്ടായിരുന്നു. അത് മൂത്ത് നന്നായിട്ട് ഉണ്ടായിട്ടില്ല. ഞങ്ങളവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. പോരുന്ന സമയത്ത് മച്ചുവിന് അവിടുന്ന് വരാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. മച്ചു അവിടെ ഭയങ്കര കമ്പനിയായിരുന്നു. പിന്നെ ഞങ്ങൾ പോരുന്ന സമയത്ത് തക്കാളിയുടെ തോട്ടത്തിൽ കൂടാനൊക്കെ പോയിട്ടോ. തക്കാളി നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അവർ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഇവിടെ തക്കാളിക്ക് ഭയങ്കര വിലയാണ് കേട്ടോ. അപ്പോൾ സീസണൊക്കെ കഴിഞ്ഞുണ്ടാവുന്ന ടൈമിലാണ് അവിടെ കുറച്ചൊക്കെ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ആൾക്കാർ വന്നപ്പോൾ അവർ പറഞ്ഞു സീസൺ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തക്കാളി ഒന്നും ആകുമ്പോൾ ഇല്ല, കുറച്ചുള്ളൂ. അപ്പോൾ ഞങ്ങളത് അതിനൊക്കെ നടന്ന് വീഡിയോസൊക്കെ കുറച്ചെടുത്തു. തക്കാളിയുടെ മുകളിൽ കയർ കെട്ടിയെന്ന് പറഞ്ഞാൽ തക്കാളി ഒരുപാട് ഉണ്ടായിട്ട് വെയിറ്റ് വന്നിട്ട് മുകളിലേക്ക് പിടിച്ച് കെട്ടിയതാണ് കേട്ടോ. അത് തൂങ്ങി താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വെയിറ്റ് വെച്ചതാണ് കേട്ടോ. അവിടെ ചെന്ന സമയത്ത് അവർ ഞങ്ങൾക്ക് അവിടുന്ന് തക്കാളിയൊക്കെ ഞങ്ങളോട് അറുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് കുറച്ച് തക്കാളിയൊക്കെ കിട്ടിയിട്ടോ. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കണ്ടായിരുന്നു ഇങ്ങനെ 4 കൃഷി സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ദിവസത്തിനുള്ള വെക്കാനുള്ളതൊക്കെ ആയിന്ന്. ചിക്കൻ പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർ നമുക്ക് തരും അവിടുന്ന്. അത് അവരൊരു സന്തോഷം കൊണ്ട് തരികയാണ്.
അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പോകുന്ന സമയത്തായിരുന്നു അവിടുന്ന് കുഴൽക്കിണറൊക്കെ ഇട്ടിട്ട് അവിടുന്ന് വെള്ളം എല്ലായിടത്തേക്കും വെള്ളം നനയ്ക്കായിരുന്നു അവിടെ. അപ്പോൾ അത് കണ്ടപ്പോൾ വെള്ളം ഒന്ന് കുടിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ പോയി നോക്കുമ്പോൾ ഭയങ്കര ഉപ്പ് വെള്ളമായിരുന്നു. വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം എൻ്റെ മൊത്തത്തിൽ പോയി അത് കുടിച്ചപ്പോൾ. ഇവിടെ ഭയങ്കര ചില സ്ഥലങ്ങളിലൊക്കെ നല്ല ഉപ്പ് വെള്ളമാണ് കേട്ടോ. ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ നോർമൽ വെള്ളം, പൈപ്പ് വെള്ളമാണ് വരുന്നത്, നല്ല വെള്ളമാണത്, ഉപ്പ് വെള്ളമൊന്നുമല്ല. ഞങ്ങൾ ആദ്യം നിന്നിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉപ്പ് വെള്ളമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നേ. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് മുളകൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇവിടെ വെറും കൃഷിയുള്ള വീഡിയോസ് ഇടുന്നത് എന്ന്. കൃഷിയുള്ള വീഡിയോസ് എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ ഏറ്റവും കൂടുതൽ കൃഷി തന്നെയാണ് കേട്ടോ. ഒരു കൃഷി എടുത്ത് കഴിഞ്ഞാൽ വേറൊരു കൃഷി അവർ ഇറക്കും. ആ ഒരു ഇതിൽ ഒരുപാട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ ഏത് വലിയ വലിയ മുതലാളികളാണെങ്കിലും അവർക്ക് കയറ്റി, അതായത് കൃഷി സ്ഥലം ഇവിടെ ഉണ്ട്. എല്ലാതും കൃഷി ചെയ്യുന്ന ആളുകളായിരിക്കും. ഗോതമ്പ്, ബാജിരി, എല്ലാ കൃഷികളും, ഒരുവിധം എല്ലാ കൃഷികളും, കരിമ്പ് എല്ലാം ഇവിടെ ഒരുപാട് കൃഷികൾ ഇവിടെ ഉണ്ട്. ഇതുപോലുള്ള കൃഷികളൊക്കെ കാണാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നത്. ഞങ്ങൾ ആ മുളക് കൃഷിയുടെ അവിടേക്ക് ചെന്ന സമയത്ത് മുളകൊക്കെ അവിടെ അറുത്തിട്ട് അവർ വെവ്വേറെ ആക്കിയിട്ട്, അതായത് നല്ലത് ചീത്തതൊക്കെ മാറ്റി മാറ്റി റെഡിയാക്കി വെക്കുകയായിരുന്നു. അപ്പോൾ ഒരുപാട് സ്ഥലത്തുനിന്ന് ഒരു തലക്കുന്ന് ഒരു തല വരെ അവർ അറുത്തിട്ട് സെൻറ്ററിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ ആദ്യമെന്നൊക്കെ ഞാൻ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഒരുപാട് മുളകുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവിടെയൊക്കെ ഒരുപാട് മുളകുകളുണ്ടല്ലോ, നിങ്ങളെന്താണ് അതൊന്നും ഇറക്കാതെ ഇങ്ങോട്ട് വന്നിക്കണത്, അതായത് നിങ്ങൾ അവിടേക്ക് ഇറക്കൽ കഴിഞ്ഞു എന്ന് പറഞ്ഞു, പക്ഷെ അവിടേക്ക് ഒരുപാടുണ്ടല്ലോ എന്ന് ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് അതൊന്നും നന്നല്ലാത്ത മുളകാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് കണ്ടിട്ട് കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോഴാണ് മനസ്സിലായത് മുളകിലും ഇതേപോലെ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി അങ്ങനെ ഒരുപാട് നോക്കാനുണ്ട് എന്ന്. നമ്മളിപ്പോൾ അങ്ങനെ കടയിൽ പോയിട്ട് മുളക് കൊണ്ട് മേടിക്കും, അതിൽ വലുത് നോക്കിയെടുക്കും, കുറേ ചെറുത് നോക്കിയെടുക്കും. പക്ഷെ അതുമേക്ക് ഒരുപാട് മുളകുണ്ടായിരുന്നു. അതിപ്പോൾ എന്താണ് അതിൻ്റെ ഇതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. എൻ്റെ അടിയിലിപ്പോൾ ഈ ഷീറ്റ് വിരിച്ചത്, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വിരിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഷീറ്റ് വിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പുല്ലുകൾ മുളക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നിട്ട് ഞാൻ വീഡിയോസിലൊക്കെ ഞാൻ കാപ്പൂസിൻ്റെ, അതായത് പഞ്ഞിയുടെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ പുല്ല് പറിക്കുന്ന വീഡിയോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ പുല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു സൈഡിൽ നിന്നൊക്കെ കുറച്ചൊക്കെ ഉണങ്ങിപ്പോയിട്ടൊക്കെ ഉണ്ട്, വെള്ളമില്ലാത്തത് കാരണം ഉണങ്ങിപ്പോയി എന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. അതിൻ്റെ അടുത്തുള്ള ഈ കാണുന്ന സ്ഥലങ്ങൾ കുറച്ച് ഉണങ്ങിപ്പോയതായിരുന്നു കേട്ടോ. ഈ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഒരു ഭാഗം മാത്രം കുറച്ച് ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ വെള്ളം നേരെ ഇല്ലാത്തതുകൊണ്ടാണ് ഉണങ്ങിപ്പോയത് എന്നാണ് അവർ പറഞ്ഞു ചോദിച്ചപ്പോൾ. അപ്പോൾ ഈ കാണുന്ന ചെറിയ ഷെഡ് ഇതാ അവർ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാട്ടോ അവർ വർക്ക് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് പീച്ചങ്ങ എടുക്കാൻ വേണ്ടിയിട്ട്, പീച്ചങ്ങയുടെ തോട്ടത്തേക്കാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പീച്ചങ്ങ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണ്ട. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന സംഭവമാണ്. ഞാനിത് നാട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ വന്നിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കൈപ്പക്കയുടെ കൃഷിയുണ്ട് കേട്ടോ. കൈപ്പക്കയുടെ കൃഷി എന്ന് പറഞ്ഞാൽ അവർ കൈപ്പക്ക ആദ്യം വിത്തിട്ടിട്ട് അവർ താഴെ നന്നായിട്ട് പടർന്നു പോയിട്ടുണ്ട്. പിന്നെ അത് പുല്ലൊക്കെ മാറ്റി അതൊന്ന് വലിച്ചെടുത്തിട്ടാണ് കേട്ടോ അത് മേലേക്ക് വള്ളിയിട്ട് വലിച്ച് കെട്ടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവരെ വീട്ടിലുള്ള ആളുകൾ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഓണർ, അയാളുടെ അമ്മ, ഭാര്യ, 2 മക്കൾ, അവരിരുന്ന് അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോൻ്റെ 4 പുറമൊക്കെ കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഒരുപാട് കൃഷികളുള്ളൊരു സ്ഥലമാണ്. ഇതിന് തന്നെ തൊട്ടടുത്ത് കാപ്പൂസ്, അതേപോലെ കരിമ്പ് എല്ലാം ഉണ്ട് കേട്ടോ. വരെ തന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടി